ഹായ് മക്കളെ, ഗുഡ് മോർണിംഗ്. ഇന്ന് പരീക്ഷ തുടങ്ങുകയാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് കുറേ പ്രത്യേകതകളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മാത്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ 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 പ്രത്യേകതകളേറെ. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സിലബസ് മാറി. പുതിയ സിലബസ് വന്നു. പുതിയ സിലബസ് വന്നെങ്കിലും നമ്മുടെ മാത്സിനെ സംബന്ധിച്ചിടത്തോളം കണ്ടന്റ് അധികം മാറിയിട്ടില്ല. നമ്മുടെ എക്സാമിന്റെ പാറ്റേൺ മാറി. അതാണ് പ്രധാനപ്പെട്ട പ്രത്യേകത. എക്സാമിന്റെ പാറ്റേൺ മാറി. കഴിഞ്ഞ കൊല്ലം വരെയുള്ള അപേക്ഷിച്ചത് ഇക്കൊല്ലത്തെ പാറ്റേണിന് വളരെ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സെക്ഷനിലേക്ക് മാറി. ഓരോ സെക്ഷനിലും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കയറി വന്നു. അതേപോലെ തന്നെ പ്രസ്താവന, അതായത് സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് വന്നു. പിന്നെ 3 മാർക്കിന്റെയും 4 മാർക്കിന്റെയും 5 മാർക്കിന്റെയും ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നമ്മുടെ പരീക്ഷ നടക്കുന്നത്. ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നാളത്തെ നമ്മുടെ ഓണപരീക്ഷയിൽ മാത്സില് വരാൻ ചാൻസ് ഉള്ള കൺസെപ്റ്റും അതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ചോദ്യങ്ങൾ വരാം എന്നതുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. കുറേ കാര്യങ്ങൾ നമ്മൾ പറയും. മൊത്തം വീഡിയോ കണ്ടു കഴിഞ്ഞ് നാളത്തെ എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഉണ്ടാവും. നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻസിന്റെ ഏകദേശം ഒരു 70-80% ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും. അതായത് അതേ ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളതല്ല, മറിച്ച് അതേ രീതിയിലുള്ള അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് നാളത്തെ എക്സാമിന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ നാളത്തെ എക്സാം നിങ്ങൾക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പോയി എഴുതാൻ പറ്റും. നമുക്ക് ശരിക്കും 5 ചാപ്റ്റേഴ്സ് ആണ് ഓണപരീക്ഷയ്ക്ക് പറയുന്നത്. ഒന്നാമത്തെ ചാപ്റ്റർ സമാന്തര ശ്രേണിയാണ്, രണ്ടാമത്തെ വൃത്തങ്ങളാണ്, മൂന്നാമത്തെ സമാന്തര ശ്രേണിയും ബീജഗണിതവുമാണ്, നാലാമത്തെ സാധ്യതയുടെ പാഠമാണ്, അഞ്ചാമത്തത് രണ്ടാമത്തെ സമവാക്യമാണ്. ചില സ്കൂളുകളിൽ ഈ രണ്ടാമത്തെ സമവാക്യം കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ എന്ത് പറഞ്ഞാലും നമ്മുടെ സിലബസ് പ്രകാരം ഈ 5 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഓണപരീക്ഷയ്ക്ക് വേണ്ടത്. അപ്പോൾ അതില് ഒന്നാമത്തെയും മൂന്നാമത്തെയും ചാപ്റ്റർ എന്ന് പറയുന്നത് സമാന്തര ശ്രേണിയും സമാന്തര ശ്രേണിയുടെ ബീജഗണിതവും, അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് അൾജിബ്ര എന്ന് പറയുന്ന 2 ചാപ്റ്റേഴ്സ്. ഇത് കണക്റ്റഡ് ആണ് 2 ചാപ്റ്റേഴ്സ്. പക്ഷേ ഒന്നാമത്തെ ചാപ്റ്ററിൽ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു ഇക്വേഷൻസും കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാതെ തന്നെ നമ്മുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ബേസ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു ചാപ്റ്ററാണ്. അതേ സ്ഥാനത്ത് മൂന്നാമത്തെ ചാപ്റ്ററിൽ കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചാപ്റ്റർ. ശരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമ്മൾ ഈ 2 ചാപ്റ്ററും കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും. ഏത് ചോദ്യം വന്നാലും നമുക്ക് ആൻസർ ചെയ്യാനും പറ്റും. പിന്നെ വരുന്നത് വൃത്തങ്ങൾ, സർക്കിൾസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ കൊല്ലം വലിയൊരു ചാപ്റ്റർ ആയിരുന്നു. പ്രാവശ്യം അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം എടുത്തു കളഞ്ഞു. അപ്പൊ നമുക്ക് ആകെ ഒരു 4 കൺസെപ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. 4 കൺസെപ്റ്റ് പഠിക്കാനുണ്ട്. ഈ 4 കൺസെപ്റ്റിൽ നിന്ന് ഒരു 3 ടൈപ്പ് ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണുകൾ കണ്ടുപിടിക്കാനുള്ള, ആംഗിൾസ് കണ്ടുപിടിക്കാനുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ 3 ടൈപ്പ് ചിത്രം പഠിക്കാനുണ്ട്. 3 ടൈപ്പ് ചിത്രം, പിന്നെ കുറച്ച് തെളിയിക്കുന്ന കണക്കുകളാണ് ഈ രണ്ടാമത്തെ ചാപ്റ്ററിൽ. പിന്നെ സാധ്യത എന്ന് പറയുന്ന ചാപ്റ്ററിന് യാതൊരുവിധ മാറ്റവും ഇല്ല. കഴിഞ്ഞ കൊല്ലം എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെ ഇക്കൊല്ലത്തെ ടെക്സ്റ്റിലുണ്ട്. ഒരു മാറ്റവും. വളരെ എളുപ്പമാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ എക്സാമിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കുറവ് വരാൻ ചാൻസ് ഉള്ള ഒരു പാഠം എന്ന് പറയുന്നത് ഈ സാധ്യതയാണ്. പിന്നെ രണ്ടാമത്തെ സമവാക്യത്തിൽ അവസാന ഭാഗത്ത് വരുന്ന ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം. അത് ഇപ്രാവശ്യം എടുത്തു കളഞ്ഞു. അത് നമ്മുടെ സെക്കൻഡ് ഭാഗം ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാം. ഇവിടെ ആദ്യത്തെ നമ്മുടെ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ്, വർഗത്തികവ് എന്ന് പറയുന്ന സാധനം വരെയാണ് നമുക്ക് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ ഇത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പരീക്ഷ അതായത് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ എന്തെല്ലാം നമുക്ക് പഠിക്കാനുള്ളത്, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഏതാണെന്നുള്ളതിനെ പറ്റി കൃത്യമായൊരു ധാരണ നമുക്ക് ഉണ്ടാവണം. അതുണ്ടായാൽ തന്നെ നമ്മൾ ഏകദേശം ഒരു 50% നമ്മൾ അതിന് മാർക്ക് കിട്ടിയെന്നാണ് ആൻസർ. ബാക്കി നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടേതായ ഒരു ഐഡിയ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ന ചോദ്യങ്ങൾ വരും, അതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ തുടങ്ങാം. ഒന്നാമത് ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഒന്നാമത്തെയും മൂന്നാമത്തെയും ചാപ്റ്റർ നമ്മൾ കണക്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ പൊതുവേ ക്ലാസ് എടുക്കുമ്പോൾ ഒക്കെ നമ്മളോട് കുട്ടികൾ പറയുന്ന ഒരു കാര്യം, സാർ കുറേ കാര്യങ്ങളുണ്ട്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൺഫ്യൂഷൻ ആണെന്ന്. ആ കൺഫ്യൂഷനാണ് നമുക്ക് മാർക്ക് കിട്ടാൻ ചാൻസ് കുറവെന്നാണ് പറയുന്നത്. അപ്പൊ ആ കൺഫ്യൂഷൻ നമ്മൾ ഇന്ന് മാറ്റും. എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെ പഠിക്കാം, എങ്ങനെ അതിന് ആൻസറിലേക്ക് എത്താം. പൊതുവെ ചോദ്യം വായിച്ച്
അത് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ്. അത് കിട്ടിയാൽ തന്നെ നമുക്ക് എന്തായി, മാക്സിമം മാർക്കായി. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം സമാന്തര ശ്രേണി എന്ന ചാപ്റ്റർ, അതായത് അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ, അതേപോലെ തന്നെ അതിന്റെ മൂന്നാമത്തെ, അതായത് സമാന്തര ശ്രേണിയും ബീജഗണിതം എന്ന് പറയുന്ന ചാപ്റ്ററും രണ്ടും ഒരുമിച്ച് കണക്ട് ചെയ്യും. ഒരുമിച്ച് കണക്ട് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ചാപ്റ്ററിൽ കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് പാഠം തുടങ്ങുന്നത് എന്താണ് സമാന്തര ശ്രേണി എന്ന് പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്താണ് സീക്വൻസ് എന്ന് ആദ്യം പറയുന്നത്. അപ്പോ ആ ഭാഗത്ത് നിന്ന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 കിട്ടുന്ന സമാന്തര ശ്രേണി എഴുതുക. റൈറ്റ് എ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. ആ ടൈപ്പിൽ ഒരു ക്വസ്റ്റ്യൻ വരാം. നമ്മളോട് പറയുന്ന 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 കിട്ടണം. എല്ലാ കുട്ടികളും തെറ്റിക്കുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ, അതിലെ ഫസ്റ്റ് നമ്പർ കൊണ്ടുപോയിട്ട് എല്ലാവരും 4 എഴുതി. 4 ഫസ്റ്റ് നമ്പർ 4 എഴുതി. 4 വരിക. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 1 വരിക. കാരണം 1നെ നമ്മൾ 3 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ കിട്ടുക 1 ആണ്. ഫസ്റ്റ് എലമെന്റ് 1 പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, 1, 4, 7, ഈ രീതിക്ക് 10, ഇങ്ങനെ പോകും സീക്വൻസ്. ആ കാര്യം ശ്രദ്ധിക്കണം കൃത്യമായിട്ട്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതിൽ നിന്ന് തന്നെ എല്ലാം പറയാൻ പോകും. ഈ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? പൊതുവ്യത്യാസം എന്ന് പറയുന്നത് അടുത്തടുത്ത 2 നമ്പേഴ്സ് തമ്മിലുള്ള ഗ്യാപ്പാണ്. അത് എത്രയാണ് നോക്കിയാൽ, അപ്പൊ 4 1 കുറച്ചാൽ നമുക്ക് 3 എന്ന് കിട്ടും. അതാണ് ഈ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം. ഇനി ഇതിലെ ആദ്യ പദം എന്ന് പറയുന്നത് x1 എന്ന് പറയുന്നത് 1 ആണ്. ആദ്യ പദം x1 1, അത് ഇവിടെ 1 ആണ്. ഈ 2 കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ട് അറിയേണ്ടത്. ഇത് അറിഞ്ഞാൽ തന്നെ ബാക്കി കിട്ടും. ഇനി ഇതുപോലെ തന്നെ മറ്റൊരു, അതായത് ഏതെങ്കിലും ഒരു ശ്രേണിയോ അല്ലെങ്കിൽ 2 പദങ്ങളോ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ നിന്ന് സമാന്തര ശ്രേണി കണ്ടെത്താൻ പറ്റും. ഉദാഹരണത്തിന് ഒരു സമാന്തര ശ്രേണിയുടെ 3-ാം പദം, അതായത് x3 എന്ന് പറയുന്നത് 10 ആണ് നോക്ക്. x3 10 തന്നെങ്കിൽ, അതേപോലെ തന്നെ ഒരു x9 എന്ന് പറയുന്നത് 28 തന്നെ. പിന്നെ നമ്മളോട് പറയുന്നത് ഇതിൻ്റെ അകത്ത് നിന്ന് ഒരു എന്താ പറയാ, x15-ാം പദം കണ്ടെത്താൻ പറയുന്നത്. 2 രീതിക്ക് ഈ ഭാഗം നമുക്ക് ചെയ്യാം. 2 രീതിക്ക് ചെയ്യാൻ പറ്റുന്ന പറയുന്നത്, ഒന്നുകിൽ നമുക്ക് കഴിഞ്ഞ കൊല്ലം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ഇതിൻ്റെ നിന്ന് d കണ്ടുപിടിക്കുക എന്നുള്ളത്, അതായത് പൊതുവ്യത്യാസം കണ്ടുപിടിക്കുക എന്നുള്ളത്. അത് കണ്ടുപിടിച്ച് നമുക്ക് ഇതിനകത്തേക്ക് കൊണ്ടുവരാം. അല്ലെങ്കിൽ ഇപ്രാവശ്യം പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഒരു പുതിയ മെത്തേഡാണ്. ആ ഇൻക്രീസിങ് ഡിക്രീസിങ് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. അത് ഉപയോഗിച്ചും ഇത് കണ്ടുപിടിക്കാം. അപ്പൊ അത് നോക്കിക്കോളൂ. 3-ാം പദം 10, 9-ാം പദം 28. അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് മെത്തേഡ് പ്രകാരം d എന്ന് പറയുന്നത് 28-ൽ നിന്ന് 10 കുറച്ചാൽ 18 ബൈ ഈ 9-ൽ നിന്ന് ഈ 3 കുറയ്ക്കുക. 9-ൽ നിന്ന് 3 കുറച്ചാൽ 6. 18/6 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം, അതായത് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയും. ആ രീതിക്ക് 3 കിട്ടും. 3 കിട്ടിയാൽ ഈ 15-ാം പദം കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ 9-ാം പദത്തിന്റെ അകത്ത് നിന്ന് 9th ടേമിനോട് എത്ര കൂട്ടിയാൽ മതി? 6d കൂട്ടിയാൽ മതി. അപ്പോ 9th ടേം എന്ന് പറയുന്നത് 28 ആണ്. 28 പ്ലസ് 6 ഇൻറ്റു 3 18. അപ്പൊ 28 പ്ലസ് 18 എത്രയാണ്? 46 എന്ന് കിട്ടും. ആ രീതിക്ക് ചെയ്യാം. പിന്നെ ചെയ്യാൻ വരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 6 ആണ്. 6, അതായത് ടേം, അതായത് പൊസിഷൻ 6 ഇൻക്രീസ് ചെയ്യുന്നു. 3-ൽ നിന്ന് 6 ആവുമ്പോ 3-ൽ നിന്ന് 9 ആകുക എന്ന് പറഞ്ഞാൽ 6 ഇൻക്രീസ് ആകുക. അപ്പൊ ടേം ഇൻക്രീസ് ചെയ്യുന്നു. 10-ൽ നിന്ന് 28, 18 ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ 6-ൽ നിന്ന് 18-ലേക്ക് മാറുന്നു. ഇനി നോക്കിയോ, 9-നോട് 6 കൂട്ടിയതാണ് 15. അപ്പൊ 15-ാം പദം 28 ആണ്. 28-നോട് എന്ത് കൂട്ടിയാൽ മതി? 18 കൂട്ടിയാൽ മതി. നമുക്ക് അങ്ങനെയും കണ്ടുപിടിക്കാം. 28 പ്ലസ് 18 46.
ഇത് ഇപ്രാവശ്യം പറയുന്ന ഒരു മെത്തേഡ് ഇതാണ്. അതായത് എത്രയാണോ സ്ഥാനം കൂടുന്നത് അതിനനുസരിച്ച് അതിന്റെ എന്ത് കൂടും? പദത്തിന്റെ എണ്ണം കൂടും. ആ അളവിനെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം? നമ്മൾ മറ്റ് സംഖ്യകൾ കണ്ടുപിടിക്കാം, മറ്റ് സ്ഥാനങ്ങൾ കണ്ടുപിടിക്കാം. ഇവിടെ ഇപ്പൊ അതാണ് 15ാം പദം എന്ന് പറയുന്നത് 15th ടേം എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ ഇവിടെ 9th ടേം തന്നിക്കല്ലോ 28. 9th 6 കൂട്ടുമ്പോഴാണ് എന്താകുന്നത്? 15 അപ്പൊ 28 എത്ര കൂട്ടണം? ഇവിടെ 6 കൂടുമ്പോ 18 കൂടിയാൽ 28 എന്ത് കൂട്ടിയാൽ മതി? 18 കൂട്ടിയാൽ മതി. പ്രാവശ്യത്തെ പരീക്ഷയില് വരാൻ ചാൻസ് ഉള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഒരു കാര്യം ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? ആദ്യം ചെയ്തു തുടങ്ങും. ഓക്കെ, അപ്പൊ ആ പുതിയ മാതൃകയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് 9ാം പദം തന്നിക്കത് 39, 9th ടേം 39 ആണ്. സ്ഥാനം 8 കൂടുമ്പോൾ പദം 30 കൂടുന്നു. കണ്ടുപിടിക്കാൻ പറയുന്നത് 17ാം പദം, 1ാം പദം, 33ാം പദം. ഇംഗ്ലീഷിലാണെങ്കിൽ പൊസിഷൻ ഇൻക്രീസ് ബൈ 8 ആവുമ്പോ ടേം ഇൻക്രീസ് ബൈ 30 ആണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് 17th ടേം, ഫസ്റ്റ് ടേം, 33rd ടേം. എങ്ങനെയത് കണ്ടുപിടിക്കാം? അപ്പൊ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, x9 39 ആണെന്ന് പറയുന്നത്, x9 39 ആണെന്ന് പറയുന്നത് 8 കൂടുമ്പോ 30 കൂടും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്, 9നോട് 8 കൂട്ടിയതല്ലേ 17? 9നോട് 8 കൂട്ടിയതാണ് 17. അപ്പൊ 8 കൂടുമ്പോ ടേം എത്ര കൂടണം? 30 കൂടണം. അപ്പൊ 39നോട് എത്ര കൂടണം? 30 കൂടണം. അപ്പൊ ആൻസർ 39 പ്ലസ് എന്തെന്ന് കണ്ടാൽ മതി? 30 എന്ന് കണ്ടാൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 69 എന്ന് കിട്ടും. അടുത്തത് 9ാമത്തെ ടേമിൽ നിന്ന് 8 കുറഞ്ഞതാണ് x1. 8 ഡിക്രീസ് ചെയ്യുന്നതാണ്. അപ്പൊ 8 ഡിക്രീസ് ചെയ്യുമ്പോൾ 30 എന്ത് ചെയ്യണം? ഡിക്രീസ് ആവണം. അപ്പോ 39 എത്ര കുറയ്ക്കണം? 30 കുറയ്ക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 9. ഇനി ഇതിന്റെ സി നോക്കുക. 33rd ടേം കാണാനാണ് നമ്മളോട് പറയുന്നത്. 33rd ടേം. അപ്പൊ 33rd ടേം കാണാൻ പറയുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? 33rd ടേം കാണാൻ പറയുമ്പോ 9th എത്ര കൂടി നോക്കുക. അപ്പൊ കൂടുന്നത് 24 ആണ്. അപ്പൊ 8 കൂടുന്ന കാര്യമല്ലേ നമ്മളോട് പറയുന്നുള്ളൂ. 24 കൂടുക എന്ന് പറയുമ്പോൾ 8 3 തവണ കൂടുക. 8 3 തവണ കൂടുമ്പോ ഈ 30 എത്ര തവണ കൂടണം? 3 തവണ കൂടണം. അപ്പൊ 39 പ്ലസ് 3 into 30 that is equal to 129. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ ടൈപ്പാണ്. ഇത് മാത്രമേ പുതുതായിട്ട് കയറി വന്നിട്ടുള്ളൂ നമ്മുടെ ടെക്സ്റ്റിന്റെ അകത്തേക്ക്. ബാക്കിയൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ കഴിഞ്ഞ കൊല്ലം പഠിപ്പിച്ച അതേ മെത്തേഡിൽ കുറെ കാര്യങ്ങൾ എളുപ്പത്തിൽ പോവുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത പ്രധാനപ്പെട്ട ഭാഗം, ചാപ്റ്ററിന്റെ അകത്ത് 2 ചാപ്റ്ററിലും കണക്ട് ചെയ്തുകൊണ്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു കാര്യം ഇങ്ങനെയാണ്. അതായത് ഏതെങ്കിലും ഒരു സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് തരുന്നു. ഉദാഹരണത്തിന് ഇപ്പോ 2, 5, 8 എക്സെട്ര. എന്നിട്ട് നമ്മളോട് ചോദിക്കുന്നത് ഈ സീക്വൻസിന്റെ ശ്രേണിയുടെ എ ക്വസ്റ്റ്യൻ എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ എഫ് എന്താണ്, ഡി എന്താണ് എന്നാണ്. അതായത് ആദ്യ പദം എന്താണ്, പൊതുവ്യത്യാസം എന്താണ്. ആദ്യ പദം എന്ന് പറയുന്നത് മക്കളെ ശ്രദ്ധിച്ചോളുക. ആദ്യ പദം എന്ന് പറയുന്നത് ഇത് തമ്മിലുള്ള ഫസ്റ്റ് 2 പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 5 2 കുറച്ചാൽ 3. അത് അവിടെ കിട്ടി. കിട്ടിക്കഴിഞ്ഞ് ബി ക്വസ്റ്റ്യൻ വരുന്നത് നമ്മുടെ 2ാമത്തെ ചാപ്റ്ററിലാണ്. ശ്രേണിയുടെ ബീജഗണിത രൂപം എന്ത്, അല്ലെങ്കിൽ ശ്രേണിയുടെ n-ാം പദം എന്ത് എന്നതാണ് ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ വരിക. മലയാളത്തിൽ ക്വസ്റ്റ്യൻ വരിക. ഇംഗ്ലീഷിൽ വരിക വാട്ട് ഈസ് ദ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഓഫ് ദ സീക്വൻസ്, ഫൈൻഡ് ദ nth ടേം ഓഫ് ദ സീക്വൻസ്. അപ്പോ xn കാണാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. xn is equal to dn plus f minus d അല്ലെങ്കിൽ an plus d, ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. എനിക്ക് തോന്നുന്നത് എളുപ്പം വരിക dn plus f minus d എന്നുള്ളതാണ്. d എന്ന് പറയുന്നത് ഇവിടെ 3 ആണ്. അപ്പൊ 3n പ്ലസ് എഫ് എന്ന് പറയുന്ന 2 ആണ്. 2 മൈനസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 3n മൈനസ് 1. ഡയറക്റ്റ് നമുക്ക് ആൻസർ കിട്ടും. ഇനി ഇതിൻ്റെ അകത്ത് തന്നെ മറ്റൊരു ചോദ്യം തന്നു കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉള്ള. നമുക്കിവിടെ എന്ത് തന്നിക്ക്? 3n മൈനസ് 1 എന്ന് പറയുന്ന ഒരു സംഭവം തന്നിക്ക്. ഇത് തന്നെ ചോദ്യത്തിൽ വരും. അതായത് ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം
3n-1 ആണ്. ഓൾജിബ്രിക് എക്സ്പ്രഷൻ 3n-1 ആണ്. ക്വസ്റ്റ്യൻ വരുന്നത് ഇതേ സാധനം നേരെ തിരിച്ചു ചോദിക്കുന്നത്, ഈ ശ്രേണിയുടെ എഫ് എന്താണ്, ഡി എന്താണ്? അപ്പൊ നോക്കിക്കോ, ഡി കാണാൻ ഈ ഫോം ആണെങ്കിൽ, അതായത് ശ്രേണിയുടെ ആൾജിബ്രയാണ് തന്നതെങ്കിൽ എന്നിന്റെ കൂടെയുള്ള സംഖ്യ ഏതാ? 3. ഫസ്റ്റ് ടേം കാണാൻ എന്ത് ചെയ്താൽ മതി? 3യിൽ നിന്ന് 1 മൈനസ് ചെയ്താൽ മതി. 3 കുറച്ചാൽ എന്താ? 2. അത് 2 കിട്ടി. ഇനി അടുത്തതാണ് ഞാൻ പറയാൻ പോകുന്ന ഇമ്പോർട്ടന്റ്, SN കണ്ടുപിടിക്കാൻ പറയുന്നത്. SN എന്ന് പറയുന്നത് രണ്ടാമത്തെ ചാപ്റ്ററിൽ അവസാന ഭാഗത്തോട്ട് വരുന്ന ഭാഗം. SN എന്ന് പറഞ്ഞാൽ ചോദ്യം എങ്ങനെയാണ്? ശ്രേണിയുടെ തുകയുടെ ബീജഗണിത രൂപം. Find the algebraic expression of sum of the sequence. സീക്വൻസിന്റെ സമ്മിന്റെ ഓൾജിബ്ര കാണാം. അതിന് നമ്മളൊരു ഇക്വേഷൻ പഠിക്കുന്നത് d/2n² പ്ലസ് f മൈനസ് d/2n. എളുപ്പമാണ് സംഭവം. ഇതിനകത്ത് ഞാൻ കൊടുത്താൽ മതി. d എന്ന് പറയുന്നത് 3 ആണ്. 3/2n² പ്ലസ് 2 മൈനസ് 3/2n. That is 3/2n² പ്ലസ് 2 × 2 4, 4 ന്ന് 3 കുറച്ചാൽ 1, ആൻസർ വരിക 1/2n. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. ഒന്നുകിൽ ഇത് ചോദിക്കും, അല്ല ഇതുപോലെ തന്നെ നേരെ തിരിച്ചു ചോദിക്കും. ശ്രദ്ധിക്കുക, കൊടുത്തു നോക്കിയോ. അപ്പൊ ഇങ്ങനൊരു സംഭവം തന്നെ, 3n² പ്ലസ് 2n. ഇവിടെ n² കണ്ടോ? n² കണ്ടാ മക്കളെ ഉറപ്പിച്ചോ, അത് തുകയുടെ ബീജഗണിത രൂപം, സമ്മിന്റെ ഓൾജിബ്രയാണ്. ഇത് ഉറപ്പാണ്. നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കാണുമ്പോ ഇതുപോലത്തെ ഒരു ചോദ്യം നിങ്ങൾക്ക് അവിടെ കാണാം. കാരണം ഇത് അത്ര ഇമ്പോർട്ടന്റ് ആണ്. തുകയുടെ ബീജഗണിത രൂപം തന്നിട്ട് നേരെ തിരിച്ച് ശ്രേണിയുടെ ബീജഗണിത രൂപം കാണാം. സമ്മിന്റെ അൾജിബ്ര തന്നിട്ട് സീക്വൻസിന്റെ അൾജിബ്ര കാണാം. ഇത് ഈ ഫോമാണ്, pn² പ്ലസ് qn എന്ന് പറയുന്ന ഒരു ഫോമാണ്. അതിൽ n² കൂടെയുള്ള നമ്പർ പിയും n കൂടെയുള്ള നമ്പർ q. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ എഫ് കാണണം, ഡി കാണണം. എഫ് കാണാൻ എത്രയേ ഉള്ളൂ, ഈ പിയും ക്യൂവും കൂടി തമ്മിൽ ആഡ് ചെയ്താൽ മതി. f is equal to p plus q. മറന്നു പോകണ്ട, f is equal to p plus q. അപ്പൊ p എന്ന് പറയുന്നത് ഏതാ? 3. q എന്ന് പറയുന്നത് ഏതാ? 2. രണ്ടും കൂടി കൂട്ടിയാൽ മതി. അപ്പൊ എത്ര കിട്ടും? 5 കിട്ടും. വേറൊരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ മൈനസ് ആണെങ്കിൽ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുകയാണ് വേണ്ടത്. മൈനസ് ആണെങ്കിൽ കുറയ്ക്കണം. ഇനി ഡി എന്ന് പറയുന്നത് n² കൂടെയുള്ള സംഖ്യയുടെ ഇരട്ടി ആയിരിക്കും. n² കൂടെയുള്ള സംഖ്യ ഏതാ? 3. അതിന്റെ ഇരട്ടി ഏതാ? 6. അത് രണ്ടും കിട്ടി. ഇനി നമ്മളോട് എന്ത് കാണാൻ പറയുന്നത്? ശ്രേണിയുടെ ബീജഗണിത രൂപം xn കാണാൻ പറയുന്നത്. xn is equal to dn plus f minus d. കൊടുത്തു കഴിഞ്ഞാൽ 6n പ്ലസ് 5 മൈനസ് 6, that is equal to 6n minus 1. ഉറപ്പാണ്, പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഈ 3 എണ്ണത്തിൽ ഒന്ന് നാളെ നിങ്ങൾക്ക് ഷുവറായിട്ട് കാണാം. ഉറപ്പാ, പഠിച്ചോ. ഒന്നെങ്കിൽ 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇയാൾ കയറി വരും. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത വരാൻ ചാൻസ് ഉള്ള ഒരു ടൈപ്പ്, ഇത് ഒന്നെങ്കിൽ ഇങ്ങനെ തന്നെ ചോദിക്കാം, അല്ലെ വേറൊരു രീതിക്കേക്ക് ചോദിക്കാം. അപ്പൊ ശ്രദ്ധിക്കാം, ഈ തന്നതിന്റെ അകത്ത് ആദ്യത്തത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നിങ്ങൾ കുറെ പ്രാവശ്യം ചെയ്ത് പഠിച്ചൊരു സാധനമായിരിക്കാം. ഇത് നാച്ചുറൽ നമ്പേഴ്സ് ആണ്, എണ്ണൽ സംഖ്യകളാണ്. ഇത് ഈവൺ നമ്പേഴ്സ് ആണ്, ഇരട്ട സംഖ്യകളാണ്. ഇത് ഒറ്റ സംഖ്യകളാണ്. താഴത്തത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. അപ്പൊ 4 എണ്ണത്തിന്റെയും സമ്മ് കാണാൻ നമ്മൾ പഠിക്കണം, തുക കാണാൻ പഠിക്കണം. അപ്പൊ ഒന്നാമത്തെ കേസില് ഇത് ശ്രദ്ധിക്കുക, 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണണം. എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? n × n+1/2. n × n+1/2. അപ്പോ n എന്താ അവിടെ? 20 ആണ് n. അപ്പൊ 20 × 21/2 കട്ട് ചെയ്താൽ 10, ആൻസർ വരും 210. സിമ്പിൾ ആണ്. ഇവിടെ വരുന്ന ലാസ്റ്റ് നമ്പർ ഏതാണോ അതിന്റെ തൊട്ടടുത്ത നമ്പറിനോട് ഗുണിക്കുക, ഇത് 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് അതിന് ആൻസർ കിട്ടും. ഇനി ഇവരാണെന്നുള്ള പറ്റിക്കുക.
നമുക്കറിയാം ഈവൻ നമ്പേഴ്സിന്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ n² + n, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക n × n+1. ഏതായാലും പ്രശ്നമല്ല. ഈ ഇരട്ട സംഖ്യകളിൽ ലാസ്റ്റ് നമ്പർ 40 എല്ലാവരും ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഈ 40 n ആക്കി അങ്ങ് എടുക്കും. 40 ആണോ n? നിങ്ങൾ ആലോചിച്ച് നോക്ക്, 2 മുതൽ 40 വരെ 40 ഇരട്ട സംഖ്യകൾ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന്റെ പകുതി എടുത്താൽ മതി. ഇരട്ട സംഖ്യ ആണെങ്കിൽ നേരെ ഇതിന്റെ പകുതി എടുക്കുക. 40ന്റെ പകുതി എത്രയാ? 20. അപ്പൊ 20² + 20, 20ന്റെ സ്ക്വയർ 400. ആൻസർ വരിക 420 എന്ന് കിട്ടും. രണ്ടെണ്ണത്തിന്റെ ആൻസർ ആയി. മൂന്നാമത്തെ 1, 3, 5 എക്സെട്ര 39. 39 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക കാണാനാണ് പറഞ്ഞത്. സം ഓഫ് ഓഡ് നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു n² ആണ്. അപ്പൊ 39ന്റെ സ്ക്വയർ ആണോ എടുക്കണ്ടേ? 39ന്റെ സ്ക്വയർ അല്ല. 39 വരെ എത്ര എണ്ണുണ്ട് നോക്കാം. 39 വരെ എത്ര എണ്ണുണ്ട് നോക്കാം. 39 വരെ എത്ര എണ്ണുണ്ട്? 39 കഴിഞ്ഞ് തൊട്ടടുത്ത സംഖ്യ 40, അതിന്റെ പകുതി എടുത്താൽ മതി. 39 കഴിഞ്ഞ് തൊട്ടടുത്ത സംഖ്യയുടെ പകുതി എടുക്കുക. 39 + 1 40, 40ന്റെ പകുതി 20. അപ്പൊ 20² ദാറ്റ് ഈസ് ഈക്വൽ ടു 400. ഇതാണ് ആൻസർ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ സമ്മാണ്. അത് കാണാനുള്ള ഇക്വേഷൻ n/2 × x1 + xn. ബേസിക്കലി ഇതിന്റെ n നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടുന്ന് ഡയറക്റ്റ് കിട്ടും നമുക്ക് n കണ്ടുപിടിക്കാം. പക്ഷെ n കാണാൻ ഒരു ഇക്വേഷൻ പറഞ്ഞുതരാം. n ഈസ് ഈക്വൽ ടു, എപ്പോഴെങ്കിലും ഇതിന്റെ എണ്ണം കാണണമെങ്കിൽ n ഈസ് ഈക്വൽ ടു xn - x1/d + 1. ഈ ഒരു രീതിക്ക് ചെയ്താൽ മതി. അപ്പോ xn എന്ന് പറയുന്നത് നമ്മുടെ 101 ആണ്. 101 - 6 ഡിഫറൻസ് 5 ആണ് +1. 101 6 പോയാൽ 95, 95/5 എന്ന് പറഞ്ഞാൽ 19, 19 20. അങ്ങനെ കണ്ടുപിടിക്കാം. എന്നിട്ട് നമ്മൾ ഇവിടെ കൊടുത്താൽ മതി. അപ്പൊ 20/2 × 101 + 6 10 × 107 1070. ഇതായി പഠിക്കാനുള്ളൂ. അതായത് നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? സമാന്തര ശ്രേണിയും ബീജഗണിതത്തിന്റെ അകത്തുള്ള പ്രധാനപ്പെട്ട ആശയങ്ങളൊക്കെ. ഇനി നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കണക്ക് നോക്കുക. ഒരു ഉദാഹരണത്തിന് ഈ അടുത്ത ആശയം വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, അഞ്ച് പദങ്ങളുടെ തുക 100 ആണ്. അതേപോലെ 4 പദങ്ങളുടെ തുകയും 100 ആണ്. ഇപ്പൊ ചാപ്റ്ററിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കാര്യം എന്ന് പറയുന്നത്. ഈ മധ്യപദം എന്ന് പറയുന്ന ഒരു ആശയം. മധ്യപദം അതേപോലെ തന്നെ ഇവിടെ വരിക ജോഡിയുടെ തുക എന്ന് പറയുന്ന ഒരു ആശയം. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ, 5 എണ്ണം എന്ന് പറയുന്നത് ഒറ്റ സംഖ്യയാണ്. അതായത് ഓഡ് നമ്പർ ടേംസ് വരുന്ന കേസ്, ഈവൻ നമ്പർ കേസ് വരുന്ന കേസ്. അതായത് മിഡ് ടേമും അതേപോലെ തന്നെ പെയർ സം. അപ്പൊ മധ്യപദം കാണാന്ന് പറഞ്ഞാൽ അപ്പൊ നോക്കിയോ, 5 എണ്ണത്തിന്റെ മധ്യപദം എന്ന് പറയുന്നത് മൂന്നാമത്തെ പദം വരും, തേർഡ് ടേം. അപ്പൊ തേർഡ് ടേം കാണാൻ നമ്മൾ ഇത്ര മാത്രം ചെയ്താൽ മതി. തേർഡ് ടേം ഈസ് ഈക്വൽ ടു 100 / 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 20. സിമ്പിൾ ആണ്. ഇതാണ് ഒരു കൺസെപ്റ്റ്. മറ്റൊരു കൺസെപ്റ്റ്, ഇവിടെ ഇപ്പൊ 4 പദത്തിന്റെ തുക 100 അല്ലേ? 4 പദം എന്ന് പറഞ്ഞാൽ x1, x2, x3, x4. ഇതൊരു ജോഡിയാണ്. ഇത് രണ്ടാമത്തെ ജോഡിയാണ്. ഫസ്റ്റും ലാസ്റ്റും ആയിരിക്കും ആദ്യത്തെ ജോഡി. അപ്പൊ ജോഡിയുടെ തുക കാണാൻ പറഞ്ഞപ്പോ 4 എണ്ണം വരുമ്പോ എത്ര ജോഡി വന്ന്? 2 ജോഡി വന്നു. 4 എണ്ണം വരുമ്പോ 2 ജോഡി വന്നു. 4 എണ്ണത്തിന്റെ തുക 100 ആണേ 2 ജോഡിന്റെ തുക 100. ഒരു ജോഡിന്റെ തുക കാണാൻ എന്ത് ചെയ്താൽ മതി? 100/2 50 ചെയ്താൽ മതി. ഉദാഹരണത്തിന് ഇപ്പോ x1 എന്ന് പറയുന്നത് 10 തന്നെന്ന് വെക്കാം. x1 10 ആണെങ്കിൽ x4 എന്ന് പറയുന്നത് എന്തായിരിക്കും? 40 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ d 10 ആണ്. x2 is equal to 20, x3 is equal to 30. ഇത്രയും വളരെ എളുപ്പമുള്ള സംഭവം. ഇനി ഇത് വെച്ച് എങ്ങനെയാണ് നമുക്ക് ചോദ്യം വരിക എന്നുള്ളത് നോക്കാം. അപ്പൊ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഇവിടെ 15 പദങ്ങളുടെ തുക 570ഉം 20 പദങ്ങളുടെ തുക 960 തന്നില്ല. 15 പദങ്ങളുടെ തുക 570ഉം 20 പദങ്ങളുടെ തുക 960. 15 പദങ്ങളുടെ തുക 570 എന്ന് പറയുമ്പോൾ
ഇതിന്റെ മിഡ് ടേം x8 അതായിരിക്കും നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ x8 എന്ന് പറയുന്നത് മക്കളെ 570/15 ആയിരിക്കും. 570/15. ഇനി S20 തന്നിട്ട് നമ്മളോട് ചോദിക്കുന്നത് x1 + x20 എത്രയാണെന്ന് ചോദിക്കും. ഇത് ചോദിക്കാനുള്ള കാരണം 20 പദം ഇരട്ട സംഖ്യ. അപ്പോ ഫസ്റ്റും ലാസ്റ്റാണ് 20. 20 ഒരു ടേം ആയിരിക്കും. അപ്പൊ അത് രണ്ടും കൂടി കൂട്ടിയാൽ കിട്ടുന്ന കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 960/10. 10 വരാനുള്ള കാരണം എന്താ? 20 എണ്ണാണെങ്കിൽ 10 ജോഡിയായിരിക്കും. അതിന് നേരെ 10 ജോഡിയായിരിക്കും. അപ്പൊ ആൻസർ വരിക 96. ഇതാണ് ഒരു ടൈപ്പ്. ഈ രീതിക്ക് ക്വസ്റ്റ്യൻ വരാം. ഇതേപോലെ വരുന്ന വേറെ സാധനം. അപ്പം 10ാം പദം 40 തന്നെ. എന്നിട്ട് നമ്മളോട് ചോദിക്കുന്നത് 9ാം പദവും 11ാം പദവും നമുക്ക് കൂട്ടിയാൽ എത്ര കിട്ടും? സം ഓഫ് 9th ടേം ആൻഡ് 11th ടേം. അപ്പൊ ശ്രദ്ധിക്കുക, 40 10ാമത്തെ പദം. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് 1 കുറച്ചതാണ് 9, 1 കൂട്ടിയതാണ് 11. അപ്പൊ 9 11 കൂടി കൂട്ടി. ഈ സംഭവം എന്ന് പറയുന്നത് ഓരോ ഗ്യാപ്പാണ്. അപ്പൊ ഇതിന്റെ ഇരട്ടി വരും. അങ്ങനെയാണ് x8 + x12 എന്തായിരിക്കും? അതും സെയിം. ഇവിടുന്ന് 2 കുറയുന്നു, ഇവിടുന്ന് 2 കൂടുന്നു. അതും 80 എന്ന്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് വരും. കമ്പൈൻ ചെയ്തുകൊണ്ട് ചിലപ്പോൾ 4 മാർക്കിനോ 5 മാർക്കിനോ ചോദിക്കാം. ഇത്രയും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത്രയാണ് നമ്മളെ ഏത് ചാപ്റ്റർ? അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ. 2 എണ്ണം കൂടി ക്ലബ് ചെയ്തു. അപ്പൊ എന്തെല്ലാം പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സീക്വൻസ് എന്ന് പഠിക്കണം. സീക്വൻസിന്റെ അകത്ത് 2 ടേം തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ അകത്ത് പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ അറിയണം. ഡി കണ്ടുപിടിക്കാൻ അറിയണം. ഫസ്റ്റ് ടേം കാണാൻ പറയണം. ആദ്യത്തെ പദം കണ്ടുപിടിക്കാൻ പറയണം. പിന്നെ നമ്മൾ ആ പറഞ്ഞ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഇമ്പോർട്ടന്റ് ആണ്, അത് ചോദിക്കും. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സംഭവം, ഇത് ആദ്യ ഭാഗത്ത് വരുന്ന ഭാഗം, അതായത് ഒറ്റ സംഖ്യ സമൂഹം വരുന്നു, ഇരട്ട സംഖ്യ സമൂഹം വരുന്നു വരും. പിന്നെ കുറച്ച് മുന്നേ നമ്മൾ പറഞ്ഞ തുകയുടെ ഭാഗങ്ങളും ബീജഗണിതത്തിന്റെ ഭാഗവും. ബീജഗണിതം ഉറപ്പാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിച്ചോയി. അതിന് പുറമെ ടെക്സ്റ്റിന്റെ അകത്ത് കുറച്ച് തെളിയിക്കുന്ന കണക്കുകളുണ്ട് ഈ ചാപ്റ്ററിന്റെ അകത്ത്. അതായത് ഈ പൂർണ്ണവർഗ്ഗങ്ങളൊന്നും വരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ടെക്സ്റ്റ് തന്നെ ബേസ് ചെയ്ത് പഠിക്കുക. കാരണം അത് മാത്രമേ ചോദിക്കൂ, പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് കുറവാണ്. ഇത്രയാണ് ഇതിനകത്ത്. ഇനി ഇതിനകത്ത് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്, പ്രസ്താവന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് വരാൻ ചാൻസ് ഏറ്റവും കൂടുതൽ ഈ ഭാഗത്തുനിന്ന്. അതായത് ഒരു സംഖ്യയുടെ ടേം തന്നു കഴിഞ്ഞാൽ ഇത്രാമത്തെ പൊസിഷനിൽ ഇത്രാമത്തെ ടേം ആണെങ്കിൽ അതിന്റെ അപ്പുറം ഇപ്പുറമോ തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടും എന്നുള്ള സംഭവത്തിൽ പ്രസ്താവനയിൽ വരാം. ഇനി 1 വേർഡിന് MCQ വരാൻ ചാൻസ് ഉള്ള സാധനമുണ്ട്. അപ്പം 5th ടേം 10ഉം 10th ടേം 5ഉം ക്രോസ് വരുന്ന സാധനം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മക്കളെ ആലോചിക്കണ്ട, ഡി ഡയറക്റ്റ് എഴുതിക്കൊള്ളുക -1 ആയിരിക്കും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, ക്രോസ് പോലെ വന്നു കഴിഞ്ഞാൽ ഡി -1 ആയിരിക്കും. ഇനി ഈ ടേം 2 കൂടി കൂട്ടി 15ാമത്തെ ടേം മക്കളെ 0 ആയിരിക്കും. അത് ഉറപ്പാണ്. ഇനി ഇതിന്റെ ഫസ്റ്റ് ടേം കാണേണ്ടതെന്ന് വെച്ചാൽ എന്ത് ചെയ്താൽ മതി? 15 1 കുറച്ചാൽ 14. ഇവിടെ 0 വരുന്ന ടേമിന്റെ അകത്ത് ഈ 1 കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന എന്താണോ അതായിരിക്കും 14. ഇത്രയാണ് ഏത് നമ്മുടെ സമാന്തര ശ്രേണി എന്ന് പറയുന്ന ചാപ്റ്റർ. വൃത്തിക്ക് പഠിക്കുക, ഫുൾ മാർക്ക് അതിനകത്ത് കിട്ടും. 1 മാർക്കും പുറത്തു പോകില്ല. പിന്നെ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തായാലും ഇതിന് പുറമെ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ഓടിച്ചു നോക്കുക, എന്തെല്ലാം പ്രോബ്ലംസ് പറഞ്ഞിരിക്കുന്നുള്ള നോക്കുക. പിന്നെ അഡീഷണൽ ആയിട്ട് നമ്മൾ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്, അതും കൂടി എന്ത് ചെയ്യുക, അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുക. ഇനി നമുക്ക് 2ാമത്തെ ചാപ്റ്റർ സർക്കിൾസിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ 2ാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. സർക്കിൾസ്, വൃത്തങ്ങൾ. 4 കൺസെപ്റ്റേ ചാപ്റ്ററിലുള്ളൂ. 4 കൺസെപ്റ്റ് പഠിക്കുക, 3 ടൈപ്പ് കോണുകൾ കണ്ടെത്തുന്ന കണക്ക് പഠിക്കുക, 3 ടൈപ്പ് ചിത്രം പഠിക്കുക, പിന്നെ കുറച്ച് തെളിയിക്കുന്നതിനകത്ത് ഏതെല്ലാം ഇമ്പോർട്ടന്റ് എന്നുള്ളത് മാത്രം നമുക്കൊന്ന് പറയാം. ഓക്കെ, ഇനി വൃത്തങ്ങൾ വരുമ്പോ അതിൽ 1ാമത്തെ കൺസെപ്റ്റ് കണക്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. 1ാമത്തെ കൺസെപ്റ്റ്, ഒരു സർക്കിളിന്റെ ഇതൊരു സെൻട്രൽ ആംഗിൾ, കേന്ദ്രകോൺ എന്ന് പറയും, കേന്ദ്രകോൺ. ഇവിടെ വരുന്ന ആംഗിൾ ഏതാണോ, ഞാനിപ്പോ സി എന്നാണ് കൊടുക്കുന്നതെങ്കിൽ ഇതിന് നേരെ മുകളിൽ വരുന്ന ആംഗിള് ഈ ആംഗിള്, അതായത് ഞാൻ ഇതിപ്പോ AB ആണ്. എയിൽ തുടങ്ങി ബിയിൽ അവസാനിക്കുന്ന വേറെ ഏത് കോണുകൾ ഉണ്ടെങ്കിലും അത് സിയുടെ എന്തായിരിക്കും? പകുതിയായിരിക്കും. ഇതാണ് ഫസ്റ്റ് കൺസെപ്റ്റ്. ഇനി അത് തന്നെ ബേസ് ചെയ്തുകൊണ്ട് വേറൊരു കൺസെപ്റ്റ് കൂടി പറയാം. ഇവിടെ ഈ താഴെ വരുന്ന കോണ് എന്ന് പറയുന്നത് 180-ൽ നിന്ന് ഇത് കുറച്ചതായിരിക്കും, C/2 കുറച്ചതായിരിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. 3 മാർക്കിന് നിങ്ങൾക്ക് ഒരു ചോദ്യം വരാൻ ചാൻസ് ഉള്ള ഒരു ഭാഗം. അതായത് ഒന്ന് നോക്കിക്കോളാം,
ഇതൊരു 100 ഡിഗ്രിയാണ് തന്നിരിക്കും. നമ്മളോട് ഈ 3 കോണുകൾ കണ്ടെത്താൻ പറയാം. ഈ 3 കോണുകൾ കണ്ടെത്താൻ പറയാം. ഇത് 100 ആണേ മക്കളെ, ഇതെന്തായിരിക്കും? അതിന്റെ പകുതിയായിരിക്കും. ഇത് 50, ഇത് 50. അങ്ങനെയാണ്. ഇതെന്താ? 50 150 എന്ന് കുറച്ചാൽ നമുക്ക് ആൻസർ 130 എന്ന് കിട്ടും. അത്രയും. ഇതാണ് ഒന്നാമത് ചിത്രം. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇതാണ് നമ്മൾ പറഞ്ഞ കോണ് കണ്ടുപിടിക്കാനുള്ള, ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇനി ഇതിന്റെ തന്നെ ഒരു വകഭേദമുണ്ട്. വകഭേദം എന്ന് പറഞ്ഞാൽ ഒരു മാറ്റം വരുന്ന സാധനം. നോക്കിയോളാ, സെയിം ടൈപ്പിലാണ്. ഇവിടെ ഇത് എക്സ്, സോറി, ഇതൊരു 60, ഇതൊരു 70 തന്നെങ്കിൽ നമ്മളോട് ഈ കോണും ഈ കോണും ഈ കോണും കണ്ടെത്താൻ. ഇത് 70 ആണെങ്കിൽ നോക്കിക്കോളാം, നേരെ ഇവിടെ വരിക, നേരെപ്പുറം വരിക, 70ന്റെ പകുതി ആയിരിക്കും. അപ്പൊ ആലോചിച്ചോളൂ കേട്ടോ, 35 ആയിരിക്കും. ഇത് 60 ആണെങ്കിൽ നേരെ ഇവിടെ വരിക, 30 ആയിരിക്കും. അപ്പൊ 30, ഇത് 60 ആയതുകൊണ്ടാണ് ഇവിടെ 30. അപ്പൊ 30 35 കൂടി കൂട്ടിയാൽ 65 ആണെങ്കിൽ താഴത്തെ ആംഗിൾ വരിക 115 ഡിഗ്രി. കാരണം 3 കൂടി കൂട്ടിയാൽ 150 കിട്ടണം. ഇതൊരു ടൈപ്പ്. ഇനി ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഇങ്ങനെ ഒരു ചിത്രം. ഇവിടെ ഒരു ട്രയാങ്കിള്, ഇവിടെ ഒരു 30 തന്നിക്ക്, ഇവിടെ ഒരു 20 തന്നിക്ക്. ഇവിടെ ഇതും കാണാൻ പറയുന്നത്, ഇതും കാണാൻ പറയുന്നത്, ഇതും കാണാൻ പറയുന്നത്, ഇതും കാണാൻ പറയുന്നത്. ഇത് 30ഉം ഇത് 20ഉം ആണേ ഇവിടെ വരിക, ഇത് രണ്ടും കൂട്ടിയതായിരിക്കും 50. ആലോചിച്ചോളൂ കേട്ടോ. ഇവിടെ 30, മൂലയിൽ ഒരു 30, ഇവിടെ 20 തന്നു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി കൂട്ടിയതാണ് ഇവിടെ വരിക 50. ഇത് 50 ആണേ നേരെ ഇരട്ടി. നമ്മൾ നേരത്തെ പറഞ്ഞോട്ട് ഇതെന്താ? 100. ഇത് 100 ആണേ ഇത് എന്ത് ത്രികോണ? ഇതും ആരാണ്, ഇതും ആരാണ്? റേഡിയസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് വരിക ഐസോസിലസ് ട്രയാങ്കിൾ, സമപാർശ്വ ത്രികോണാണ്. അപ്പൊ ഈ 2 ആംഗിൾ തുല്യമാണ്. ടോട്ടൽ 150 ആണ്, ബാക്കി 80 ആണ്. അപ്പൊ ഈ വരിക 40, 40. അപ്പൊ ഇതും കൂടി ആയാൽ 2 ടൈപ്പ് ചിത്രമായി, ഒരു മെയിൻ കൺസെപ്റ്റായി. ഓക്കെ, ഇനി ഇവിടുന്ന് തന്നെ നമുക്ക് വരയ്ക്കാൻ ചോദിക്കും 3 ക്വസ്റ്റ്യൻ വരയ്ക്കാൻ ചോദിക്കും. അതിലൊന്നാമത്തത് പിന്നെ നമ്മുടെ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണം. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണം കേട്ടോ. സമഭുജ ത്രികോണം ചോദിക്കും. എന്നിട്ട് ഇതിനൊരു നമ്മുടെ സർക്കം റേഡിയസ് ഏതെങ്കിലും, അതായത് പരിവൃത്താരം ഏതെങ്കിലും ഒരു അളവ് 3.5. അടുത്ത കേസ് ഒരു അളവ് തരും, കോണളവ് തരും, 50, 60, 70, അങ്ങനെ ഏതെങ്കിലും ഒരു 3 കോണളവ് തരും. എന്നിട്ടും അതുപോലെ തന്നെ പരിവൃത്താരം ഒരു 3.5, 3, 4 എന്ത് വേണേലും തരും. മൂന്നാമത്തെ കേസ് വരിക, ഇത് അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അടുത്ത് ചോദിക്കാം നമുക്ക് ഒബ്റ്റ്യൂസ് ആണ്. ഒബ്റ്റ്യൂസിന്റെ 3 ആംഗിൾ തരികയല്ല, 2 ചെറിയ ആംഗിൾ. ഇപ്പോൾ ഉദാഹരണം 30 ഡിഗ്രി 40 ഡിഗ്രി തന്നെ, 40, 30, 70 ആണെങ്കിൽ അടുത്ത് ഓട്ടോമാറ്റിക്കലി 110 ഡിഗ്രി ആയിരിക്കും. ഇത് ബൃഹത് ത്രികോണാണ്, ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഇത് ന്യൂന ത്രികോണാണ്, അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഇതിനും അങ്ങനെ തന്നെ തരും. ഈ 3 അങ്ങനെ ചിത്രമായിട്ട് തരും, ചോദിക്കും. അപ്പൊ എങ്ങനെയാണ് വരയ്ക്കാന്നുള്ളത് നോക്കിക്കുക. ഏത് തന്നാലും ഇപ്പൊ സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ അതിന്റെ ആംഗിൾ ഒരു 60, 60, 60 ആംഗിൾ ആണ് നമുക്ക് വേണ്ടത്. ആദ്യം നമ്മൾ ആ സർക്കിൾ അങ്ങ് വരച്ചേക്കുക. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ സർക്കിൾ വരയ്ക്കുക. സർക്കിൾ വരച്ചിട്ട് ഏതാണോ കൂടി തരുന്ന ആംഗിൾ അതിന്റെ ഇരട്ടി വരയ്ക്കുക. കേന്ദ്ര കോണായിട്ട്, സെൻട്രൽ ആംഗിൾ ആയിട്ട് ഇരട്ടി വരയ്ക്കുക. ഞാൻ ഇപ്പൊ ഇത് വരച്ചു തരാം. ഇത് വരച്ചാൽ ഏകദേശം മനസ്സിലായി. ഇപ്പൊ 50 ആണ് നമ്മൾ വരയ്ക്കേണ്ടത്, 100, ഒരു 100 ഡിഗ്രി വരയ്ക്കുക. 60 ആണ് വരയ്ക്കേണ്ടത്, 120 ഡിഗ്രിയാണ്. അപ്പൊ മൂന്നാമത് ഓട്ടോമാറ്റിക്കലി 70ന്റെ ഇരട്ടി 140 ആയിരിക്കും. എന്നിട്ട് വരച്ച 3 വരയും കൂടി എന്ത് ചെയ്താൽ മതി? ജോയിൻ ചെയ്താൽ നമ്മുടെ ചിത്രമായി. ഒന്നെങ്കിൽ 4 മാർക്ക്, അല്ലെ 5 മാർക്ക്. ഷുവർ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വരും. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് രണ്ടും വരയ്ക്കാൻ സുഖമാണ്. ഇതാണ് പറ്റിക്കുക. ഇതിന്റെ ചിത്രം എങ്ങനെയാ വരിക എന്ന് പറഞ്ഞാൽ ഈ മോഡലാണ് വരിക. ഈ ഒരു മോഡലാണ് ചിത്രം വരിക. കാരണം വെച്ചാൽ ഞാൻ ചേരാം, ആ ചിത്രം വരിക ഒന്നുകൂടാ അങ്ങനെ വരും. അവിടെ 30, 40 അല്ലേ ഉള്ളത്. അപ്പൊ ചെറുത് മാത്രം വരച്ചാൽ മതി. 30 ആണെങ്കിൽ നമ്മൾ എത്ര വരയ്ക്കണം? 60 വരയ്ക്കണം. 40 ആണെങ്കിൽ 80 വരയ്ക്കണം. അപ്പൊ ഇതിങ്ങനെ എഴുതിയ കൂട്ടി മുട്ടിക്കുക എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ ഇത് തമ്മിലാണ് വരയ്ക്കേണ്ടത്. ഇതും ജോയിൻ ചെയ്യുക, ഇങ്ങോട്ട് ജോയിൻ ചെയ്യുക, അവിടെ ജോയിൻ ചെയ്യുക. ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ, ഫോം ചെയ്യുന്ന ട്രയാങ്കിൾ ആയിരിക്കും. കാരണം ഇത് 60 ആണെങ്കിൽ ഇവിടെ 30 ആയിരിക്കും, ഇത് 50 ആണെങ്കിൽ ഇവിടെ 40 ആയിരിക്കും. ആ രീതിക്ക് വരും.
അപ്പൊ ഇത്രയാണ് നമ്മുടെ ആദ്യത്തെ കൺസെപ്റ്റും അതിനെ ബേസ് ചെയ്തുകൊണ്ട് ചിത്രവും അതിനെ ബേസ് ചെയ്തുകൊണ്ട് വരുന്ന എന്തും വരക്കേണ്ടത്. ഇതെന്തായാലും വരെ മൂന്നെണ്ണം എന്തായാലും. ഇനി രണ്ടാമത്തെ ഭാഗം, അതായത് കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. ഇവിടെ കൺസെപ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. നമ്മൾ ഇങ്ങനെ ഒരു വര വരച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ കോഡ് എന്ന് പറയും. എ ബി എന്ന് പറയുന്ന ഒരു കോഡ്. ഞാൻ ഈ കോഡിന്റെ ഒരു ഭാഗത്ത് വരയ്ക്കുന്ന കോണുകളൊക്കെ തുല്യമായിരിക്കും. ഇത് രണ്ടും തുല്യമായിരിക്കും, ഇത് തുല്യമായിരിക്കും, ഇത് തുല്യമായിരിക്കും, ഇതൊക്കെ തുല്യമായിരിക്കും. ഇതിപ്പോ എക്സ് ആണെങ്കിൽ ഇതും എക്സ് ആണ്, ഇതും എക്സ് ആണ്, ഇതും എക്സ് ആണ്. നേരെ തിരിച്ച് താഴെ വരയ്ക്കുന്ന മറ്റേ രണ്ടാമത്തെ ഭാഗം, അതിലും എന്താണ് സെഗ്മെന്റ് എന്ന് പറയും. ഇതൊരു സെഗ്മെന്റ്, താഴത്തെ ഭാഗം സെഗ്മെന്റ്. ഓരോ സെഗ്മെന്റിൽ വരുന്ന ആംഗിൾസ് ഈക്വൽ ആണ് എന്നതാണ് രണ്ടാമത്തെ കൺസെപ്റ്റ്. ഇത് വൈ ആണെങ്കിൽ ഇത് വൈ ആയിരിക്കും. പക്ഷെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, എക്സും വൈയും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കൺസെപ്റ്റ്. ഓക്കെ, ഒന്ന് രണ്ട്. ഇനി തേർഡ് കൺസെപ്റ്റ് ചിലപ്പോ നമ്മുടെ ഒബ്ജക്റ്റീവിലൊക്കെ വരും. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ്. അർദ്ധവൃത്തത്തിലെ കോൺ മട്ടമാണ്. ഇങ്ങനെ വരും. കോണ് എപ്പോഴും 90 ഡിഗ്രിയാണ്. ഇനി ഒരു പ്രൂഫ് പഠിക്കാനുണ്ട്. നമുക്ക് ഒരു കാര്യം പ്രൂഫ് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇത് മൂന്നാമത്തെ കൺസെപ്റ്റ്. ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു വര വരച്ച് ഞാൻ ഇതിന് എക്സ് കൊടുത്ത് ഇതിന് വൈ കൊടുത്തു. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് വൈ ആണേ മക്കളെ, ഇതും വൈ ആയിരിക്കും. കാരണം ഈ ഒരു ത്രികോണം സമപാർശ്വമായിരിക്കും, ഐസോസിലസ് ആയിരിക്കും. അപ്പൊ ഇത് എക്സ് ആണെങ്കിൽ ഇതും എന്തായിരിക്കും, എക്സ് ആയിരിക്കും. അപ്പൊ ഇന്ന് 4 കൂടി കൂട്ടിയാൽ 2 എക്സും 2 വൈയും കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടണം, 180 ഡിഗ്രി കിട്ടണം. കാരണം ഇതെന്ത് ത്രികോണത്തിന്റെ 3 കോണ് കൂട്ടിയാൽ 180. അപ്പോ ഇതിനകത്ത് കോമൺ ആയിട്ട് നമ്മൾ എക്സ് എടുത്താൽ 2 എടുത്താൽ 2 × x + y 180 കിട്ടും. എക്സ് പ്ലസ് വൈന്റെ വില 180/2 90. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇക്കാര്യം മനസ്സിലാക്കി വെക്കുക. അർദ്ധവൃത്തത്തിലെ കോൺ മട്ടമാണ്. ചിലപ്പോ നാളത്തെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ അയാൾ കയറി വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പഠിച്ചൂടാ. അല്ലെങ്കിൽ ഇത് പ്രൂവ് ചെയ്യാൻ ചിലപ്പോൾ ചോദിക്കാം. അപ്പൊ അതായല്ലോ. ഇനി നമ്മുടെ തേർഡ് ലാസ്റ്റ് കൺസെപ്റ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടുന്ന് ചോദ്യം ഉറപ്പാണ്. ഇതാണ് കൺസെപ്റ്റ്, സൈക്ലിക് ചക്രീയ ചതുർഭുജം. എന്താണ് ചക്രീയ ചതുർഭുജം? ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഒരു ചതുർഭുജത്തിന്റെ 4 മൂലകളിലൂടെ ഒരു സർക്കിൾ വൃത്തം പാസ് ചെയ്താൽ അതിനെ നമുക്ക് ചക്രീയ ചതുർഭുജം എന്ന് പറയാം. ഇപ്പോ എ ബി സി ഡി ആണെങ്കിൽ ഇതിന്റെ എതിർകോണുകൾ തമ്മിലുള്ള തുക എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. അതായത് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180, ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു 180. അതിനെ നമ്മൾ മലയാളത്തില് അനുപൂരക കോൺ അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ സപ്ലിമെന്ററി ആംഗിൾസ് എന്ന് പറയും. ഇവിടെ പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തെല്ലാം പറഞ്ഞാൽ, ഇവിടെ പഠിക്കാനുള്ള ഒരു പോയിന്റ് ഇത് തന്നെയാണ്. എന്താണ് ചക്രീയ ചതുർഭുജം, കോണുകൾ തമ്മിലുള്ള തുക എന്താണ് സംഭവം. ഇനി അടുത്ത എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ നമുക്ക് കോണ് കണ്ടെത്താനുള്ള ഒരു കണക്കുണ്ട്. ഞാൻ പറഞ്ഞ നേരത്തെ 3 പറഞ്ഞ് 4ാമത് കണക്ക്, അതായത് നമുക്ക് എങ്ങനെയാണ് കോണ് കണ്ടുപിടിക്കാനുള്ളത്. 2 3 അല്ലെ. ഇങ്ങനെ ഒരു ചിത്രം തന്നിട്ട് ഇത് ചക്രിയാണ്. ഇനി അത് ഏതെങ്കിലും ഒരു 3 കോണ് വരും. ഇപ്പൊ 50, ഇത് 30, ഇത് 45. 3 കോണ് തന്നിക്കും. ബാക്കിയുള്ള കോണ് മുഴുവൻ കണ്ടെത്താൻ പറയുന്നത് എളുപ്പമാണ്. 50 30 80 ആണല്ലോ. അപ്പൊ ഇതെന്താ 100. 3 കൂടി കൂട്ടിയ 150. ഇത് 100 ആണ്, ഇതെന്താ 80. രേഖീയ ജോഡി, ലീനിയർ പെയർ. അപ്പൊ 80 45 ആണ്, ഇത് 55. ഈ 2 നമുക്ക് കിട്ടി നോക്കാം. ഇനി എന്താ പരിപാടി എന്ന് പറഞ്ഞാൽ, ഇനി നമ്മള് ചപ്പാത്തി മറച്ചിടുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ, ഇതിനെടുത്ത് അങ്ങോട്ട് ഇടുക, ഇതിനെടുത്ത് ഇങ്ങോട്ട് ഇടുക. ഈ ആംഗിൾ തന്നെയായിരിക്കും ഇപ്പം വരിക. അതേപോലെ തന്നെ ഇവിടെ 55 ആണെങ്കിൽ മക്കളെ ഇവിടെ 55, ഇവിടെ 45 ആണ്, ഇവിടെ 45, ഇവിടെ 80 ആണ്, ഇവിടെ 80. അപ്പൊ അത് കിട്ടി. ഇനി താഴത്തെ കാണാം, ഇത് 100 ആണ്, ഇവിടെ 100, ഇത് 50 ആണ്, ഇവിടെ 50, ഇത് 30 ആണ്, സിമ്പിൾ പരിപാടി. ഇത്രയായാൽ നമ്മളെ വൃത്തങ്ങളിൽ ഇത്രേ പഠിക്കാനുള്ളൂ. ഇനി ഇവിടെ തെളിയിക്കുന്ന കുറച്ച് കണക്കുകളുണ്ട്. ഏതെല്ലാം? ഒന്ന് നേരത്തെ ഞാൻ പറഞ്ഞു, രണ്ടാമത്തെ ട്രപ്പീസിയം.
ഐസോസിലസ് ട്രപ്പീസിയം. ഐസോസിലസ് ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ സമപാർശ്വ ലംബകം. ചക്രീയമാണ് എന്ന് തെളിയിക്കുന്ന കണക്ക് പഠിക്കണം, നിർബന്ധ. രണ്ടാമത്തത് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ചിത്രം കാണാം. ഇത് രണ്ടും ഇങ്ങനെ വരച്ചിട്ട് ഇത് 90 ഡിഗ്രി, ഈ ആർക്കും കൂടി കൂട്ടിയാൽ 180 കിട്ടും എന്ന് പറയുന്ന മറ്റൊരു കണക്ക്. മൂന്നാമത്തത് ഇങ്ങനെ 3 വട്ടം വന്നിട്ട് ഇങ്ങനെ വരുന്ന സാധനം കണ്ടിക്കോ. ഇത് 3ഉം ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. അതിന് പുറമെ സമഗ്രയിൽ ഇപ്രാവശ്യം ക്വസ്റ്റ്യൻ എട്ടിക്ക് വരും. അത് നമ്മൾ പറയണം. ഇങ്ങനെ ഒരു കണക്ക് ഇങ്ങനെ തന്നിട്ട് ഇത് തന്ന് ഇത് എക്സ് ഇത് വൈ. ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ എക്സും വൈയും കൂടി കൂട്ടിയാൽ 90 ഡിഗ്രി കിട്ടണം തെളിയിക്കും. നമുക്ക് അതൊന്ന് പറയാം. 90 ഡിഗ്രി കിട്ടണം തെളിയിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ സാധനം. നമ്മൾ ഇതിങ്ങനെ വരയ്ക്കുന്നു. ഇത് എക്സ് ആണ്, ഇതും എക്സ് ആണ്. ഇത് വൈ ആണ്, അതിന്റെ ഇരട്ടി ആയിരിക്കും. ഇത് 2y ആയിരിക്കും കേന്ദ്രകോണം. അപ്പൊ നമ്മൾ ആലോചിച്ചു 3 കൂടി കൂട്ടിയാൽ 2y + 2x = 180. 2 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ y + x = 180. അങ്ങനെയാണെങ്കിൽ y + x = 180ന്റെ പകുതി 90. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ സർക്കിൾസ് ഒരൊറ്റ മാർക്ക് പുറത്തു വരാം. വളരെ വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ് പോലും. അപ്പൊ മര്യാദയ്ക്ക് പഠിച്ചോളാം. അപ്പൊ ഇത്രയായാൽ നമ്മുടെ 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും ചാപ്റ്ററായി. പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഒന്ന് നോക്കുക, പ്രോബ്ലംസ് ഒക്കെ നോക്കുക. ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് നിങ്ങളുടെ കയ്യിൽ, സ്കൂളിലെ നോട്ട് ബുക്ക് ഉണ്ട്, ട്യൂഷൻ ക്ലാസ്സിലെ നോട്ട് ബുക്ക് ഉണ്ട്. ഇനി അതൊക്കെ ഞാനീ പറഞ്ഞ കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്ത് നോക്കുക. ആ സാധനങ്ങൾ ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. അപ്പൊ 4ാമത്തെ ചാപ്റ്റർ സാധ്യതയാണ്, വെയിറ്റേജ് കുറവാണ്. ഒരു 5 ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ആ രീതി മാത്രം പഠിച്ചു വെക്കുക. അതിൽ 1ാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ സാധ്യത എങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഇപ്പൊ ഒരു ബോക്സിൽ ഒരു 5 വൈറ്റും 6 റെഡും ഉണ്ട്. ബോളാന്ന് ചോദിച്ചാൽ 5 വെള്ള ബോളും ഉണ്ട്, 6 ചുവന്ന ബോളും ഉണ്ട്. ഇതിനകത്തൊരു ബോൾ എടുത്താൽ അത് റെഡ് ആവാനുള്ള, ചുവപ്പ് ആവാനുള്ള സാധ്യത എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇത്ര മാത്രം ചെയ്താൽ മതി. രണ്ടും കൂടി കൂട്ടുക, അപ്പൊ ടോട്ടൽ കിട്ടും. ഇതിൽ എത്ര റെഡ് ഉണ്ട്? 6. അപ്പൊ 6/5 ഡയറക്റ്റ് ആൻസർ. ഇതാണ് ആദ്യത്തെ ഭാഗം. 2ാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഈ സംഖ്യകളുമായി ബന്ധപ്പെട്ടതാണ്. അവിടെ അധികം ചോദിക്കല് ഒരാളോട് ഒരു 2 അക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നു. 2 അക്ക സംഖ്യ പറയുമ്പോൾ അത് പൂർണ്ണവർഗമാവാനുള്ള സാധ്യത, അഭാജ്യമാവാനുള്ള സാധ്യത, അതേപോലെ തന്നെ 2 അക്കങ്ങളും തുല്യമാവാനുള്ള സാധ്യത. അത് തന്നെ പഠിച്ചു വെക്കുക. അതായത് 2 അക്കങ്ങൾ എപ്പോഴും 90ആണ്. മറന്നു പോകട്ടെ, 2 അക്കങ്ങൾ 90ആണ്. ഇതിൻ്റെ അകത്ത് വരുന്ന 2 ഡിജിറ്റ് നമ്പേഴ്സ് 90 ആണെങ്കിൽ അതിൽ 2 അക്കങ്ങളും തുല്യമാവുന്നത് 9 എണ്ണം. 2 അക്കങ്ങളും തുല്യമാകുന്ന 9 എണ്ണം. 2 ഡിജിറ്റ്സ് സെയിം ആകുന്നത് 9 ആണ്. പ്രൈം വരുന്ന 21. പ്രൈം എന്ന് പറഞ്ഞാൽ അഭാജ്യ സംഖ്യ വരുന്ന 21 ആണ്. പെർഫെക്റ്റ് സ്ക്വയർ വരുന്നത് 6 ആണ്. ഇത് കൃത്യമായിട്ട് പഠിക്കാം. ഇതാണ് അധികം ചോദിക്കില്ല. പിന്നെ എന്തിന്റെ മൾട്ടിപ്പിൾ ഒക്കെ ചോദിക്കും. പിന്നെ നമ്മളാ പാലിയൻഡ്രോമിനെ പറ്റിയൊക്കെ നമ്മൾ ടെക്സ്റ്റ് പഠിക്കുന്നുണ്ട്. ഇതാണ് ആദ്യത്തെ 2 ഭാഗങ്ങൾ. ഇത് വലിയ ബുദ്ധിമുട്ട് വരികയാണ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഭാഗം എന്ന് പറയുന്നത് ഈ ജോമെട്രിക്കൽ പ്രോബബിലിറ്റി എന്ന് പറയുന്ന സാധനം, ജാമിതീയ സാധ്യത. എനിക്ക് തോന്നുന്ന ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് 5 കണക്ക് പഠിക്കാനുണ്ട്. അതിൽ അവസാനത്തെ 2 എണ്ണം ഉണ്ട്, സർക്കിള് ഇത് വരുന്ന സാധനങ്ങൾ. അത് പഠിക്കുക. അതിന്റെ പുറമെ വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇങ്ങനെ ഒരു സ്ക്വയറിന്റെ ഉള്ളിൽ ഒരു സർക്കിള് ഷെയ്ഡ് ചെയ്തിരിക്കും. നമ്മളോട് ചോദിക്കുന്നത് സർക്കിള് അകത്ത്, അതായത് കണ്ണടച്ചൊരു കുത്തിട്ടാൽ ഷെയ്ഡ് ചെയ്ത ഭാഗത്താവാനുള്ള സാധ്യത എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോ ഇത്രയേ ഉള്ളൂ. ഇത് സിമ്പിൾ ആണ്. നമ്മൾ എന്ന് എടുക്കുക. ഇത് എന്ന് എടുത്താൽ അതിന്റെ ഏരിയ വരിക A². സ്ക്വയറിന്റെ ഏരിയ വരിക A² ആണ്. ഇത് A ആയിരിക്കും. ഇത് A ആണെങ്കിൽ അതിന്റെ റേഡിയസ് വരിക A/2 ആണ്. ഏരിയ വരിക πA²/4. എന്റെ സ്ക്വയർ A², 2ന്റെ സ്ക്വയർ 4, πr² എന്നാണല്ലോ. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി വരിക πA²/4/A². പറ്റുന്നു π/4. ഈ രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് കയറി വരും ജോമെട്രിക്കൽ പ്രോബബിലിറ്റി. ഇതിന് പുറമെ നമ്മൾ ക്ലാസ് എന്ന് പറഞ്ഞ കുറച്ച് ഇമ്പോർട്ടന്റ് സാധനങ്ങൾ ഉണ്ട്. ഇങ്ങനെ വരുന്ന ചിത്രമുണ്ട്. ഈ സാധനം നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചതാണ്. ഇതിൽ ഇത് ഷെയ്ഡ് ചെയ്താൽ
ശരിക്കും 4 ട്രയാങ്കിൾസും ഈക്വൽ ആയിരിക്കും, കാരണം ഇതിന്റെ രണ്ടിന്റെ മിഡ് പോയിന്റ് ആണ് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ഇത് ഷെയ്ഡ് ചെയ്താൽ കാരണം 4 ഒന്നായിരിക്കും. ചിലപ്പോൾ നമ്മളോട് പറയുന്നത് ഇതിന്റെ ഏരിയ ഒരു 20 ആണെങ്കിൽ ടോട്ടൽ ഏരിയ എത്രയാണ്? ടോട്ടൽ ഏരിയ കാണാൻ എന്ത് ചെയ്താൽ മതി? 4 × 20 ചെയ്താൽ മതി. ആ രീതിക്കൊക്കെ ചോദ്യം വരാം. ഇനി നമ്മുടെ നാലാമത്തെ ഭാഗം പ്രോബബിലിറ്റിയിൽ അത് വരാനുള്ളത് എന്ന് പറയുന്നത്, ഒരു ബോക്സ് അതിൽ 1, 2, 3, 4 എന്ന് പറയുന്ന സ്ലിപ്പും മറ്റൊരു ബോക്സിൽ 1, 2 എന്ന് പറയുന്ന ഒരു സ്ലിപ്പും. 2 ബോക്സിൽ നമ്മളെ ജോഡികൾ വരുന്ന ഭാഗം, 2 ബോക്സിൽ നിന്നും നമ്മൾ എന്തെടുക്കുന്നത്? ഓരോന്ന് വീതം എടുക്കുന്നു. 2 ബോക്സിൽ നിന്നും ഓരോന്ന് വീതം എടുത്താൽ അത് ആകെ എത്ര ജോഡി ഉണ്ടെന്ന് ചോദിച്ചാൽ കേട്ടോ, ആകെ ജോഡി ചോദിച്ചാൽ എപ്പോഴും നമ്മൾ ഗുണിക്കുകയാണേ ചെയ്യേണ്ട. അതിന് നമ്മൾ വേറെ ഒന്നും കാണിക്കണം. എല്ലാവരും ഗുണിക്കുക എന്ന് പറഞ്ഞു കൊടുത്താലും മൾട്ടിപ്ലൈ ആണെന്ന് പറഞ്ഞു കൊടുത്താലും എന്ത് ചെയ്യും എന്നാൽ ആഡ് ചെയ്യാൻ നോക്കും. അപ്പൊ 4 × 2 ആകെ 8 ജോഡികൾ ഉണ്ടാവും. 8 ജോഡികൾ എന്ന് പറഞ്ഞാൽ 1, 1, 1, 2, 2, 1, 2, 2, 3, 1, 3, 2, 4, 1, 4, 2, ഇങ്ങനെ 8 ജോഡികളുണ്ട്. ഈ 8 ജോഡികളിൽ ചിലപ്പോൾ നമ്മളോട് ഇതിന്റെ സമ്മ് ഓടാവാം, അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ കേസ് ചോദിക്കുക. സമ്മാണ് ചോദിക്കുന്നതെങ്കിൽ ഇത് രണ്ടും കൂടി കൂട്ടുക, 2 അങ്ങനെ എല്ലാം കൂട്ടുക. എന്നിട്ടിപ്പോ സമ്മിന്റെ കേസ് ആണെങ്കിൽ 2, 3, 3, 4, 4, 5, 5, 6. ഇതിൽ എത്ര എണ്ണം ഉണ്ട് ഓട്? 1, 2, 3, 4 എണ്ണം. ആകെ 8 എണ്ണം, അതിൽ 4 എണ്ണം. അപ്പൊ പ്രോബബിലിറ്റി 4/8. മറ്റേത് 4/8. ഇനി പ്രൊഡക്റ്റ് ആണെങ്കിൽ 1 × 1 1, 1 × 2 2, 2 × 1 2, 2 × 2 4, 3 × 1 3, 3 × 2 6, 4 × 1 4, 4 × 8. ഇതിലാകെ 2 എണ്ണേ ഓടുള്ളൂ. അപ്പൊ അവിടെ വരിക 2/8, അതേപോലെ തന്നെ 6/8 വരിക. അപ്പൊ ആ കാര്യം ഓർക്കുക. ഈ ടൈപ്പിലും ക്വസ്റ്റ്യൻ വരാം. ഇനി പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ട മറ്റൊന്നുണ്ട്, ലാസ്റ്റ് ഭാഗം, മോർ പേസ്. 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ അവിടെ നിന്ന് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഉദാഹരണത്തിന് ഇങ്ങനെയാണെന്ന് വെച്ചു, ഒരു ക്ലാസ്സില് ചോദ്യം, ഒരു ക്ലാസ്സില് 20 ബോയ്സ് 30 ഗേൾസ്. മറ്റൊരു ക്ലാസ്സില് 25 ബോയ്സും 20 ഗേൾസും. എന്നിട്ട് 4 ചോദ്യം വരും. 4 ചോദ്യം എന്ന് പറഞ്ഞാൽ രണ്ടും ആൺകുട്ടിയാവാനുള്ള സാധ്യത, ബോത്ത് ആർ ബോയ്സ്. രണ്ടും പെൺകുട്ടിയാവാനുള്ള സാധ്യത, ബോത്ത് ആർ ഗേൾസ്. ഒരാൺകുട്ടി ഒരു പെൺകുട്ടി, 1 ബോയ് ആൻഡ് 1 ഗേൾ, അറ്റ്ലീസ്റ്റ് 1 ബോയ്, ഒരു ആൺകുട്ടിയെങ്കിലും. അങ്ങനെ 4 ചോദ്യം വരാം. ഇങ്ങനെ ചോദ്യം വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം ഇതിന്റെ പെയർ എഴുതുക. ടോട്ടൽ പെയർസ് ഈസ് ഈക്വൽ ടു, ഇവിടെ ടോട്ടൽ 50ഉം ഇവിടെ ടോട്ടല് 45. ഇവിടെ ടോട്ടൽ 50ഉം ഇവിടെ ടോട്ടൽ 45. അത് തമ്മിൽ ഗുണിക്കുക. 25, 14, 20, 2, 22, 2250 ടോട്ടൽ പെയർസ്. ഇനി നമ്മൾ ഓരോന്നോരോന്നായിട്ട് കാണാം. ബോത്ത് ഗേൾ ആണെന്ന് വിചാരിക്കും, രണ്ടും പെൺകുട്ടി. രണ്ടും പെൺകുട്ടിയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പെൺകുട്ടികളുടെ എണ്ണം തമ്മിൽ ഗുണിക്കുക. 30, 20, 600 ബൈ ടോട്ടൽ 2250. ഇനി ബോത്ത് ബോയ് ആണെങ്കിൽ രണ്ടും എന്താ? രണ്ടും ബോയ്. 20 × 25, 25, 250, 500 ബൈ 2250. അപ്പൊ അത് കിട്ടി. ഇനി 1 ബോയ് ആൻഡ് 1 ഗേൾ, ഒരാൺകുട്ടി ഒരു പെൺകുട്ടി എന്ന രീതിക്കാണെങ്കിൽ, ഒരാൺകുട്ടി ഒരു പെൺകുട്ടി എന്ന രീതിക്കാണെങ്കിൽ 1100. അപ്പൊ 1150 വരും. എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല്, ആകെ ഉള്ളതിൽ നിന്ന് ഇത് രണ്ടും കൂടി കൂട്ടി മൈനസ് ചെയ്താൽ മതി. 600 + 500 ബൈ 2250. അപ്പൊ ആൻസർ 1150 ബൈ 2250 എന്ന് കിട്ടും. 3 ആയി. അപ്പൊ ടോട്ടൽ ഇപ്പൊ 4 മാർക്കിന് സാധനം. ഇനി 5ാമത്തെ കേസ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് കേസ് ഇല്ല. അറ്റ്ലീസ്റ്റ് വന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 1 ബോയ് ആണ് വെച്ചാൽ, അറ്റ്ലീസ്റ്റ് 1 ബോയ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ബോയിന്റെ എണ്ണം അവിടെ വെക്കുക, പകരം ഗേളിന്റെ എണ്ണം മൈനസ് ചെയ്യുക. 2250 600 മൈനസ് ചെയ്താൽ നമുക്ക് ആൻസർ ആയി. അപ്പൊ എത്ര കിട്ടും? 0, 5, 12. 1250 ബൈ എത്ര? 2250 എന്നുള്ള ആൻസർ കിട്ടും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ മാർക്കായി. ഇത്രയാണ് നമ്മളെ ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുക. ഇത് മാത്രം കിട്ടിയാൽ മതി. അപ്പോൾ 4 ചാപ്റ്റർ പ്രധാനമായിട്ട് പഠിക്കേണ്ട 4 ചാപ്റ്ററാണ്. പക്കയാക്കി വെക്കാം.
കാരണം ഇന്ന് 4 ചാപ്റ്ററുകൾ എല്ലാ സ്കൂളുകളും തീർന്നിട്ടുണ്ടാവും. അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരും. ഇനി നമ്മളെ ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് 5ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് അത് മാത്രം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടില്ല, എന്നാലും നമ്മൾ എന്ത് ചെയ്യാം, അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പരീക്ഷ വരും, അത് കൃത്യമായിട്ട് പഠിക്കും. ഓക്കെ, ഇപ്പൊ രണ്ടാമത് സമവാക്യം എന്ന് പറഞ്ഞ കാര്യത്തില് ചാപ്റ്ററിന്റെ അകത്ത് നമുക്ക് ആകെ ഒറ്റ കാര്യം പഠിക്കാനുണ്ട്. അതായത് ഒരു ജനറൽ ഫോം ഇപ്പോ ax² + bx = c എന്ന് പറയുന്ന ഒരു ജനറൽ ഫോം ആണെങ്കിൽ അതിനാ നമ്മളെപ്പോഴും കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ax² + bx + ബിയുടെ പകുതി. ബിയുടെ പകുതി എന്ന് പറയുന്നത് b/2. അതിന്റെ സ്ക്വയറിനാ നമ്മൾ രണ്ട് സൈഡിലും ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അത് കംപ്ലീറ്റ് സ്ക്വയർ. ഉദാഹരണത്തിന് x² + 2x = 48 ആണെങ്കിൽ x² + 2x 2ന്റെ പകുതി 1ന്റെ സ്ക്വയർ 1നാ രണ്ട് സൈഡിലും ആഡ് ചെയ്യുമ്പോൾ അതൊരു കംപ്ലീറ്റ് സ്ക്വയർ ആവും. ചിലപ്പം ചോദിക്കാം ഏത് നമ്പർ ആഡ് ചെയ്താൽ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവാം, ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ആ രീതിക്കാണ് സംഭവം. ഇനി എങ്ങനെയാണ് ചാപ്റ്റർ എന്ന് ക്വസ്റ്റ്യൻ വരിക? പ്രധാനപ്പെട്ട ഒരു 3 ടൈപ്പ് ക്വസ്റ്റ്യനിലാണ് നമ്മൾ പറയുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് വെച്ചോ, ഒരു സ്ക്വയർ സമചതുരത്തിന്റെ ഒരു വശമല്ല എല്ലാ വശവും 2 സെന്റിമീറ്റർ വീതം കൂട്ടുന്നു. അങ്ങനെ 2 സെന്റിമീറ്റർ കൂടുമ്പോൾ അതിന്റെ പരപ്പളവ് 49 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു സൈഡ് നമ്മൾ x ആക്കി എടുക്കും. അപ്പൊ 2 കൂടുക എന്ന് പറയുമ്പോൾ വശം x + 2 ആവുന്നു. അതിന്റെ സ്ക്വയർ ആണ് 49. പരപ്പളവ് എന്ന് പറയുമ്പോൾ a². അപ്പൊ x + 2 എന്ന് പറയുന്നത് 49ന്റെ റൂട്ട് 7 ആവും. അങ്ങനെയാണ് എക്സിന്റെ വില 7 - 2 5 ആവും. സിമ്പിൾ ആണ്, ഇതാണ് ചോദിക്കും. അപ്പം വശം എന്ന് പറയുന്നത് എന്തായിരിക്കും? 5 ആയിരിക്കും. ഇത് ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. 2 മാർക്കിനോ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ഇനി അടുത്തടുത്ത 2 ഇരട്ട സംഖ്യകളുടെ ഗുണനഫലം 360. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ. കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് 360 ആണ്. അപ്പൊ ഈവൻ നമ്പേഴ്സ് ആണെങ്കിലും ഓഡ് നമ്പേഴ്സ് ആണെങ്കിലും നമ്മൾ എടുക്കേണ്ടത് x × x + 2 എന്നാണ്. അതായത് ഫസ്റ്റ് നമ്പർ x ആണ്, അതിനോട് 2 കൂട്ടിയാൽ എന്താവും? ഇതാവും. ഇതിപ്പം ചോദിച്ച ഈവൻ നമ്പർ, ഓഡ് ആണെങ്കിലും നമ്മൾ ഇങ്ങനെ തന്നെ എടുക്കുക. ഇനി മൾട്ടിപ്പിൾ ഓഫ് 4 ആണെങ്കിൽ 4 ആ എടുക്കേണ്ടത്, അതായത് x + 4 ആ എടുക്കേണ്ടത്. ഇനി മൾട്ടിപ്പിൾ ഓഫ് 6 ആണെങ്കിൽ x ഉം x + 6 ഉം എടുക്കേണ്ടത്. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 360 കിട്ടുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പൊ x × x x², x × 2 2x = 360. ഈ ഫോമായി. ഇനി നമ്മൾ എന്ത് ചെയ്യാം? കംപ്ലീറ്റ് സ്ക്വയർ ചെയ്യാം. x² + 2x + 1 ആയിരുന്ന വരുന്നത് 2ന്റെ പകുതിയുടെ സ്ക്വയർ, അത് 2 സൈഡിൽ ആഡ് ചെയ്യുമ്പോൾ 360. ഇനി ഇതിനെ റെഡ്യൂസ് ചെയ്യുക. x² റെഡ്യൂസ് ചെയ്ത x എന്ന് 1 റെഡ്യൂസ് ചെയ്താൽ 1 എന്ന് കിട്ടും. അപ്പൊ x + 1² = 19². 2 സൈഡിൽ നിന്ന് സ്ക്വയർ എടുത്താൽ x + 1 = 18, x + 1 = 19, x = 18. x 18 ആണെങ്കിൽ x + 2 20. അപ്പൊ നമ്പേഴ്സ് വരിക 18. സിമ്പിൾ ആണേ. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഇതേ മെത്തേഡിലാണ് ഈ മൾട്ടിപ്പിൾ ഓഫ് 4ഉം മൾട്ടിപ്പിൾ ഓഫ് 6 ഒക്കെ ചോദിക്കും. അപ്പൊ അതും ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. ഇനി പ്രധാനപ്പെട്ട ഒരു സാധനം പി എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ച പെരിമീറ്റർ ആണ്, ചുറ്റളവാണ്. എ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഏരിയ ആണ്. പെരിമീറ്റർ തന്നെങ്കിൽ ഏരിയ തന്നെങ്കിൽ എന്നിട്ട് ABC എന്ന് പറഞ്ഞ 3 ക്വസ്റ്റ്യൻ ഉണ്ട്. എ ക്വസ്റ്റ്യൻ എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് L + B എന്ന്. അപ്പൊ ഇങ്ങനെ ആലോചിച്ചാൽ മതി. L + B എന്ന് പറയുന്നത് പെരിമീറ്ററിന്റെ പകുതി ആയിരിക്കും. ഇത് 20 ആണ്, L + B 10 ആയിരിക്കും. അങ്ങനെ തന്നെ എഴുതി വെച്ചോളാം. ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെക്കൻഡ് ഡിഗ്രി ഫോം ചെയ്യാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇവിടെ 10 ആണ് വന്നതെങ്കിൽ നിങ്ങൾ L എന്താക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ 10ന്റെ പകുതി 5 + x എന്ന് എടുക്കുക. ബ്രെഡ്ത്ത് എന്താക്കുക എന്ന് പറഞ്ഞാൽ 5 - x എന്ന് എടുക്കുക. 5 + x ഉം 5 - x. ഇനി ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ ആണല്ലോ ഏരിയ കിട്ടുക. അതെത്രയാ? 24. അപ്പോ a + b × a - b ഫോമായി. അപ്പൊ a + b എന്ന് പറഞ്ഞാൽ × a - b എന്ന് പറഞ്ഞാൽ a² - b² = 24. a² എന്താ? 25. 25 - x² 24 ആണെങ്കിൽ x² ന്റെ വില 1, x ന്റെ വില 1. x കിട്ടി. ഇനി എന്ത് കാണുക? നമ്മള് ലെങ്ത്തും ബ്രെഡ്ത്തും കാണാം. L = L നമ്മൾ 5 + x അല്ലേ എടുത്ത്,
അപ്പൊ 5+1 = 6. ബി എന്ന് പറയുന്നത് 5-1 = 4. ചാപ്റ്റർ എന്ന് ചോദിക്കാൻ ഏറ്റവും ചാൻസ് ഉള്ള 3 ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ ഇതേ ടൈപ്പ് വരാം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയായാൽ നമ്മളെ ചാപ്റ്റേഴ്സ് ക്ലിയർ ആണ്. അപ്പൊ മക്കൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇത് മാത്രമല്ല കുറെ കാര്യങ്ങളുണ്ട്. ചാപ്റ്റർ 4-5 ചാപ്റ്റർ എന്ന് പറയുന്നത് ഭയങ്കര ലെങ്തി ഉള്ള സാധനമാണ്. അപ്പൊ ഇത് പഠിക്കുക, അതിന്റെ പുറമെ കണക്ഷൻ നോക്കുക, എങ്ങനെയൊക്കെയാണ് കണക്ട് ചെയ്തെന്ന് ക്വസ്റ്റ്യൻ വരാം. ചിലപ്പോൾ ഈ ചാപ്റ്ററും സെക്കൻഡ് ഡിഗ്രിയും അതേപോലെ തന്നെ നമ്മളെ അരിത്മെറ്റിക് സീക്വൻസും കണക്ട് ചെയ്ത് വരാം. അതായത് ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ, അതായത് ഇപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു അരിത്മെറ്റിക് സീക്വൻസ് 5, 7, 9 എക്സെട്ര എന്ന് പറയുന്ന അരിത്മെറ്റിക് സീക്വൻസിന്റെ എത്ര ടേം ആഡ് ചെയ്താൽ ഈ നമ്പർ സമ്മായിട്ട് കിട്ടും. അപ്പൊ അത് ഇതുവരെ കണക്ട് ചെയ്യും. അപ്പൊ മക്കൾ ആദ്യം കാണേണ്ടത് പറഞ്ഞാൽ ഇതിന്റെ സമ്മിന്റെ അൾജിബ്ര കാണുക. സമ്മിന്റെ അൾജിബ്ര ഈസ് ഈക്വൽ ടു ഏതാണോ സമ്മ് അതിന് കൊടുക്കുക. നമുക്ക് ആൻസറിലേക്ക് വരും. ഇനി ഒന്നുകൂടി ഞാൻ ബാക്കപ്പ് ചെയ്ത് തരാം. അതായത് അരിത്മെറ്റിക് സീക്വൻസ് 2 ചാപ്റ്റർ കണക്ട് ചെയ്ത് പഠിക്കുക, കൃത്യമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക. അതിൽ പ്രധാനമായിട്ട് ഡി ചോദിക്കും, എക്സ് എൻ ചോദിക്കും, എസ് എൻ ചോദിക്കും. എസ് എൻ എന്ന് പറഞ്ഞാൽ സമ്മിന്റെ അൾജിബ്ര ചോദിക്കും. ഇത്രയും സാധനങ്ങൾ കണക്ട് ചെയ്ത് ചോദിക്കും. ഇനി അതിൽ ഈവൺ നമ്പറിന്റെ സമ്മ്, ഓഡ് നമ്പറിന്റെ സമ്മ് വരുന്ന കേസ്, അതായത് ടേം വരുന്ന കേസ് കേട്ടോ, മറ്റേ മിഡ് ടേം, പെയർ സമ്മ്. സർക്കിൾസിന്റെ അകത്തുനിന്ന് പ്രൂഫ് ഒന്ന് നോക്കുക. അതേപോലെ തന്നെ ചിത്രങ്ങൾ അത് 3 വരും. ആ കോണ് കാണുന്നത് മാത്രമേ വരും. അത് മാത്രം കൃത്യമായിട്ട് പഠിക്കാം, മാർക്ക് എന്തായാലും കിട്ടും. പിന്നെ വരുന്നത് നമ്മുടെ പ്രോബബിലിറ്റിയും രണ്ടാമത് ചെയ്യണം. പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് ആയിട്ട് മാത്രം ക്വസ്റ്റ്യൻ വരുന്ന ചാപ്റ്ററാണ്. അത് വെച്ച് പഠിച്ചാൽ മതി. സെക്കൻഡ് ഡിഗ്രി പ്രധാനമായിട്ട് ഇപ്പോൾ എത്രയാൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്തില്ല, അതുകൊണ്ടാണ് ഞാൻ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് പറയാത്തത്. ചാപ്റ്ററിന്റെ പ്രോബ്ലംസ് കണ്ടമാനം വരാം, കുറെ ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ആ ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് കുറെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, എടുത്തെടുത്ത് പഠിക്കുക. അപ്പോൾ അത്രയും കൂടി ആയാൽ എന്ത് ചെയ്താൽ മതി, നമ്മുടെ പരീക്ഷയ്ക്ക് മാർക്ക് വരും. ഇനി എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്നത്തെ പരീക്ഷ എന്തായാലും നാളത്തെ പരീക്ഷ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 70 മാർക്കിന്റെ അടുത്തുള്ള സാധനങ്ങൾ കിട്ടും ഈ ഒരു മെത്തേഡ് വെച്ച് പഠിച്ചാൽ, ഏറ്റവും ചുരുങ്ങിയത്. അപ്പോൾ കാണുക, ക്ലാസ് കാണുക, കൃത്യമായിട്ട് പഠിക്കുക. നാളത്തെ പരീക്ഷയ്ക്ക് എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടാവട്ടെ. ഓൾ ദി ബെസ്റ്റ്.